ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നമ്മെ സ്നേഹിക്കുകയും പ്രിയനായവനിൽ നമ്മെ ദത്തെടുക്കുകയും ചെയ്ത പിതാവായ ദൈവത്തിന് പ്രാരംഭമായി സ്തുതിസ്തോത്ര ബഹുമാനങ്ങൾ അർപ്പിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ശേഷം ദൈവസന്നിധിയിലായിരിക്കുന്ന സഹോദരീ സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനങ്ങൾ. നിങ്ങളെല്ലാവരോടും ചേർന്ന് ഒരു പ്രാവശ്യവും കൂടെ ആത്മീയ സംഗമത്തിന് ദൈവം അവസരം ഒരുക്കിയതിൽ സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. അതോടൊപ്പം ഇങ്ങനെ ശുശ്രൂഷയ്ക്കായിട്ട് അവസരത്തെ വേർതിരിച്ച ദൈവസഭയോട്, വിശേഷിച്ച കർത്താവിൻ്റെ ദാസനോട് പ്രത്യേകമായ നന്ദിയും അറിയിക്കുന്നു. എൻ്റെ പേര് നിങ്ങൾ കേട്ടു. കേരളത്തിൽ മാവേലിക്കരയ്ക്കടുത്ത ഇറവൻകര എന്ന ഗ്രാമമാണ് എൻ്റെ ജന്മദേശം. മാർത്തോമാ കുടുംബത്തിൽ നിന്ന് 1984 ഡിസംബർ മാസം 16-ാം തീയതി രക്ഷിക്കപ്പെടുവാനും 19-ാം തീയതി വിശ്വാസ സ്നാനം സ്വീകരിപ്പാനും 86 ജനുവരി മാസം 3-ാം തീയതി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാനും കർത്താവ് സഹായിച്ചു. 88 മുതൽ ദൈവത്തിൻ്റെ വചനം പഠിച്ച ശേഷം 92 മുതൽ ഉത്തരഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അയക്കപ്പെട്ടതനുസരിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. ഈ ദിവസങ്ങളിൽ നമുക്കൊരുമിച്ച് ലഭിച്ച ആത്മീയ കൂട്ടായ്മകൾക്കായിട്ട് സ്തോത്രം. ദൈവം നമ്മെ ധാരാളമായി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിക്കുന്നു ദൈവത്തോട്. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, ദൈവം തൻ്റെ നാമത്തേക്കാൾ അധികം മഹത്വം കൊടുക്കുന്ന ദൈവത്തിൻ്റെ വചനം. ആ വചനത്തിന് നാമും അർഹിക്കുന്ന പ്രാധാന്യം നൽകി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ, ദൈവം ഒരുപക്ഷേ തൻ്റെ നാമത്തെ അപമാനപ്പെടുവാൻ അനുവദിച്ചുകൊണ്ട് പോലും തൻ്റെ വചനത്തെ മാനിക്കും. എന്നാൽ ഒരിക്കലും തൻ്റെ വചനത്തെ അപമാനത്തിന് ഏൽപ്പിച്ചിട്ട് തൻ്റെ നാമത്തിന് മഹത്വം വരുത്താൻ പോലും ആഗ്രഹിക്കുന്നവനല്ല. അതുകൊണ്ട് അത്ര പ്രാധാന്യത്തോടെ തിരുവെഴുത്തുകളെ കണ്ട് ദൈവവചനം നമ്മുടെ ധ്യാനമായിരിക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ആ തിരുവെഴുത്തുകളിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് വളരെ പരിചയമുള്ള, കുഞ്ഞുങ്ങൾക്കൊക്കെ മനഃപ്പാഠമായിട്ടുള്ള ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ്, ഒരു ബൈബിൾ ക്യാരക്ടറെക്കുറിച്ചാണ് നിങ്ങളുടെ മുൻപിൽ ഇന്ന് പകൽ ഞാൻ പ്രസ്താവിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. നമുക്ക് 2 വാക്യങ്ങൾ ഒരുപക്ഷേ വേദപുസ്തകത്തിലെ ഏറ്റവും ആദ്യം എഴുതപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്ന പുസ്തകത്തിൽ നിന്ന് വായിക്കാം. അറിയാമല്ലോ, വേദപുസ്തകത്തിലെ ഏറ്റവും ആദ്യം എഴുതപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന ഇയ്യോബിൻ്റെ പുസ്തകം, ദ ബുക്ക് ഓഫ് ജോബ്, ചാപ്റ്റർ 1 വേഴ്സ് 22 ആൻഡ് ചാപ്റ്റർ 2 വേഴ്സ് 10. 1-ാം അധ്യായം 22-ാമത്തെ വാക്യവും 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളും വായിക്കാം. 2-ാം അധ്യായം 9, 10, 9 and 10. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ തെറ്റു പറഞ്ഞ് മരിച്ചു കിടക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. താൻ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മ കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് അതിരുകളാൽ പാപം ചെയ്തില്ല. ഈ 2 വാക്യങ്ങളിലും പൊതുവായി നാം കാണുന്ന ഇയ്യോബിനെ കുറിച്ചുള്ള ഒരു സാക്ഷ്യം, ഒരു പ്രസ്താവന. ഇതിലൊന്നിലും ഇയ്യോബ് എന്ത് ചെയ്തില്ല? പാപം ചെയ്തില്ല. ഇയ്യോബിൻ്റെ ചരിത്രം ഞാനിവിടെ ആവർത്തിക്കേണ്ടതില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. ഒരുപക്ഷേ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ എവിടെയോ, ഒമാൻ, മസ്കറ്റ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്,
അവിടെ അദ്ദേഹത്തിൻ്റെ ശവകുടീരമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെ ഒരു കല്ലറ ഏതായാലും വലുതായിട്ടുണ്ട്. ഇയ്യോബിൻ്റേതെന്ന് പറയുന്ന കാൽപാദങ്ങളാണ് അവിടെ ഇരുന്നാണ് ഇയ്യോബ് ചൊറിഞ്ഞുകൊണ്ടിരുന്നതെന്നും പറഞ്ഞ് ഒരു ചെറിയ സ്ഥലമൊക്കെ അതിന് വേർതിരിച്ചിട്ടിട്ടുണ്ട്. ഒരു വലിയ കാൽപാദമൊക്കെ കാണാം. അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറെന്ന് പറഞ്ഞ കിണറുണ്ട്. പെന്തക്കോസ്തുകാരും ചിലരൊക്കെ അവിടെ പോയിട്ട് വരുമ്പം അവിടുന്ന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. ആ പാരമ്പര്യം വെച്ച് ഞാനൊരിടത്ത് ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ അയലത്തുള്ള കുറച്ച് നാമധേയ ക്രിസ്ത്യാനികൾ എന്നോടും ചോദിച്ചു, പാസ്റ്റർ അവിടെ കാണാൻ പോയിട്ടുണ്ടോ? ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, നേരത്തെ ഇരുന്ന പാസ്റ്റർ കൊണ്ടുവന്ന വെള്ളം തീർന്നു, പാസ്റ്റർ പോകാമെന്നെങ്കിൽ ഇച്ചിരി വെള്ളം കൊണ്ടുവരാനാണെന്ന്. അപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. ഇനി അവിടുന്ന് കൊണ്ടുവന്നതാണോ അദ്ദേഹം പൈപ്പിൽ നിന്ന് നിറച്ച് കൊടുത്തോ എന്നറിയില്ല. ഏതായാലും അദ്ദേഹം ഒന്നും ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല, അതുകൊണ്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പോയി. അപ്പോൾ പെന്തക്കോസ്തുകാരും അവിടെ പോയി വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഗംഗാജലം പോലൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയൊന്നുമുള്ള യാതൊരു പുണ്യ സംഗതികളൊന്നും അവിടെ ഇല്ലെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയാം, നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം. ഏതായാലും ഈസ്റ്റേണേഴ്സിൽ, പൂർവ ദേശത്ത്, കിഴക്കൻ ദേശത്ത് പാർക്കുന്നവരിൽ അക്കാലത്തെ ഏറ്റവും ധനാഢ്യനായ, ഏറ്റവും മാന്യനായ വ്യക്തിയായിരുന്നു ഈ ഇയ്യോബ് എന്ന് പറയുന്നയാൾ എന്ന് ഈ പുസ്തകത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നാം ഒക്കെ പൂർവ ഏഷ്യക്കാരാണ്, ഈസ്റ്റേണേഴ്സാണ്. അപ്പോൾ നമ്മുടെ നാട്ടുകാരൻ തന്നെയായിരുന്നു ഈ ഇയ്യോബ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഭാഷ്യം. അദ്ദേഹത്തിന് 11,500 മൃഗസമ്പത്തുണ്ടായിരുന്നതായിട്ട് നാം ആദ്യത്തെ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. 11,500 11,500 മൃഗസമ്പത്തുണ്ടായിരുന്നു. 10 മക്കളുണ്ടായിരുന്നു. പിന്നെ അനേകം ദാസീദാസന്മാരും ഉണ്ടായിരുന്നു. ഇപ്പം മൃഗങ്ങൾ തന്നെ ഇത്രയുണ്ടെങ്കിൽ മറ്റു ചുറ്റുപാടുകൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ മാനേജ് ചെയ്യത്തക്ക ദാസീദാസന്മാരുടെ ഒരു വലിയ പറ്റമുണ്ടായിരുന്നു. അപ്പോൾ ഇയ്യോബും കുടുംബവും തന്നെ ഒരു സിറ്റി ആയിരുന്നെന്ന് വേണേൽ പറയാം. അത്രയ്ക്ക് ആളും പേരും ധനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. പക്ഷേ അത്രമാത്രം ശ്രേഷ്ഠതയിൽ കഴിഞ്ഞിരുന്നെങ്കിലും തൻ്റെ ആത്മീയ ഗുണങ്ങളെക്കുറിച്ചും ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, ആവർത്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെടുന്നു. ഒറ്റ ദിവസം കൊണ്ട് 11,500 11,500 അത്രമാത്രം വരുന്ന വലിയ മൃഗസമ്പത്ത്, ക്യാറ്റിൽ, അത് മുഴുവനും ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒറ്റ ദിവസം കൊണ്ട് അത്രയുള്ളായിരുന്നെങ്കിൽ സാരമില്ല, ദാസീദാസന്മാരും വിവരം പറയാൻ പോസ്റ്റുമാന്മാരായിട്ട് ഓരോരുത്തർ ശേഷിച്ചു. ബാക്കിയുള്ള ദാസീദാസന്മാരും അടിമകളായിട്ട് പോകുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്തു. ഏറ്റവും ഒടുവിൽ താൻ അറിയുന്നു, 1-ാമത്തെ അധ്യായത്തിൽ തൻ്റെ 10 മക്കളും അവരുടെ കുടുംബങ്ങളും ഒരുമിച്ച് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട്, ഒരു അത്യാഹിതത്തിൽപ്പെട്ട് മരിച്ചു പോകുന്നു. ഒന്ന് ഭാവന കണ്ടേ. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ യാത്രകൾക്കിടയിൽ ചില ദൈവമക്കളെ കണ്ടു. പ്രത്യേകിച്ച് ചിലരെ. ഒരാൾ അദ്ദേഹത്തിൻ്റെ മകൻ നഷ്ടപ്പെട്ട ദുഃഖത്തിലിരിക്കുകയായിരുന്നു. ഞാൻ ഒരിടത്ത് ചെന്ന് ഒരവസരം ശുശ്രൂഷയ്ക്ക് കിട്ടിയപ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ച് അവിടെ പ്രസംഗിച്ചു. ഒരാളിരുന്ന് കരയുന്നതൊക്കെ ഞാൻ കണ്ടു. പിന്നെ ഞാൻ ഈ സോ കോൾഡ് പ്രോഫറ്റ് അല്ലാത്തത് കൊണ്ടും അങ്ങനെയുള്ളവരെ മുതലെടുക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും അതിനുശേഷം അദ്ദേഹമായിട്ട് സംസാരിക്കുകയൊന്നും ചെയ്തില്ല. ഇന്ന് പലരും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവരിൽ പലരും ചെയ്യുന്ന ഒരു രീതി ഇതാണ്: ഞങ്ങൾ പ്രസംഗിക്കുമ്പം നിങ്ങളുടെ മുഖഭാവം ഞങ്ങൾക്കറിയാം. അപ്പം ഞങ്ങൾ പ്രസംഗിക്കുന്ന എന്ത് പറഞ്ഞപ്പോഴാണ് നിങ്ങളിൽ ആ ഭാവഭേദം ഉണ്ടായതെന്ന് ഞങ്ങൾ നോട്ട് ചെയ്യും. അത് വെച്ചിട്ട് ഇത് കഴിഞ്ഞ് നിങ്ങളെ സമീപിച്ചാൽ
ബാക്കിയുള്ളതും കൂടെ നിങ്ങളുടെ നിന്ന് പിടിച്ചെടുക്കാൻ ഞങ്ങൾക്കൊരു പ്രയാസമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയാ പലരും നമ്മളെ വഞ്ചിക്കുന്നത്. അത് ഞാനങ്ങ് തുറന്നു പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ ആ വകുപ്പിൽപ്പെട്ടവരല്ലാത്തത് കൊണ്ട് തുറന്നു പറയാൻ പ്രയാസമില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പിന്നെ സംസാരിക്കുകയൊന്നും ചെയ്തില്ല. എന്നാൽ എനിക്ക് എൻ്റെ പിറ്റേ ദിവസമാണോ അതോ അതിൻ്റെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണോ അദ്ദേഹം എന്നെ എങ്ങനെയോ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചു. അദ്ദേഹം എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു പരിചയമില്ലാത്തയാൾ. എനിക്ക് എപ്പോഴും തോന്നി എന്തോ ആ സന്ദേശം ആ കരഞ്ഞയാളാകാൻ തന്നെയാണ് സാധ്യതയെന്ന് ഞാൻ ചിന്തിച്ചു. കണ്ടപ്പോൾ ആൾ തന്നെയാണ്. പോകുന്ന വഴിക്ക് തന്നെ അദ്ദേഹം എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൻ യൗവന പ്രായത്തിൽ ഒരപകടത്തിൽപ്പെട്ട് ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. ഏറിയ നാളുകളായി. പക്ഷേ ഇന്നും ആ യാഥാർത്ഥ്യം തനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. പലപ്പോഴും താൻ തേങ്ങുകയാണ്, കരയുകയാണ്. ഇങ്ങനെയുള്ള ചിലരെ ഞാൻ എൻ്റെ യാത്രയ്ക്കിടയിൽ കണ്ടു, വ്യക്തിപരമായി പരിചയപ്പെട്ടു. അവരുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരംഗം നഷ്ടപ്പെട്ടപ്പോൾ, ഒരു വ്യക്തി മരിച്ചപ്പോൾ അത് നാളുകളായിട്ടും ഉൾക്കൊള്ളുവാൻ കഴിയാതിരിക്കുന്ന, ദൈവം എന്തുകൊണ്ട് എന്നോടിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ച് ഉത്തരം കണ്ടെത്താതിരിക്കുന്ന വ്യക്തികളെ ഞാൻ എൻ്റെ ആത്മീയ യാത്രയിൽ പലയിടത്തും കണ്ടുമുട്ടി. എന്നാൽ ആ പശ്ചാത്തലത്തിൽ ഞാൻ ഇതൊന്ന് ചിന്തിച്ചു. ഇവിടെ ഒരാളല്ല മരിച്ചത്, അപ്പനും അമ്മയും ജീവിച്ചിരിക്കെ തന്നെ. ഒരു മകനല്ല, 10 മക്കൾ. 10 മക്കൾ. മക്കൾ മാത്രമല്ല, അവരുടെ ഭാര്യ ഭർത്താക്കന്മാർ, 10 മരുമക്കൾ. ഒരുപക്ഷെ അവർക്ക് മക്കൾ ജനിച്ചിട്ടുണ്ടാവാം, എങ്കിൽ ഇത്രയും പേരുടെ കൊച്ചുമക്കൾ. ഈ 10 മക്കളും മരുമക്കളും ഒരുപക്ഷെ അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങളുമായി തീവെന്തു മരിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വീടിടിഞ്ഞു വീണ്, അവർ സദ്യ കഴിച്ചുകൊണ്ടിരുന്ന വീടിടിഞ്ഞു വീണ് ദാരുണമായി മരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കും ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ? ആ സ്ഥാനത്ത് നമ്മളെ ഒന്ന് കൊണ്ടു നിർത്തിയിട്ട് ചിന്തിച്ച് നോക്കിക്കേ, എന്ത് വേദന ഉളവാക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇയ്യോബിൻ്റെ മുഴുവൻ സമ്പത്തും തൻ്റെ പുത്രസമ്പത്തും ഒരുപോലെ ഒറ്റ ദിവസം കൊണ്ട്, പലപ്പോഴായിട്ടല്ല, ഒരൊറ്റ ദിവസത്തിൽ ഘട്ടം ഘട്ടമായി നഷ്ടമായി. പക്ഷേ അപ്പോൾ ഇയ്യോബ് എന്താ ചെയ്തത്, എന്താ ചെയ്യാഞ്ഞത് എന്നാണ് നാം 1-ാമത്തെ അധ്യായത്തിൽ വായിച്ചത്. സ്തോത്രം. ഇതെല്ലാം കേട്ടപ്പോൾ ഇയ്യോബ് എന്താ ചെയ്തത്? 20ഉം 21ഉം ഒക്കെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. എന്താ ഇയ്യോബ് ഈ വാർത്തകളൊക്കെ കേട്ടപ്പോൾ ചെയ്തത്? ദൈവസന്നിധിയിൽ താന് വസ്ത്രമൊക്കെ കീറി ഇരുന്നിട്ട് ഒരു പ്രഖ്യാപനം. എന്താ പ്രഖ്യാപിച്ചത്? നഗ്നനായി ഞാൻ, സ്തോത്രം, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. ഈ നഗ്നനായി വന്നതിനും നഗ്നനായി പോകുന്നതിനുമിടയിൽ മക്കളും കുടുംബങ്ങളും ഉൾപ്പെടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ യഹോവ തന്നതാണ്. തന്ന ദൈവത്തിന് തിരിച്ചെടുക്കുവാനും അധികാരമുണ്ട്. യഹോവ തന്നു, ആ തന്ന യഹോവ തന്നെ തിരിച്ചെടുത്തു. തരികയും എടുക്കുകയും ചെയ്ത യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പ്രഖ്യാപിച്ചു ഇയ്യോബ്. അതിനുശേഷം ഇയ്യോബിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യമാണ് നാം വായിച്ചത്. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. സ്തോത്രം. നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ദൈവം തൻ്റെ കുഞ്ഞു വിരലുകൊണ്ടെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ നാം പലപ്പോഴും ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരും, ഒരുപക്ഷെ
നമ്മുടെ ജീവിതത്തിൽ എനിക്കെന്തുകൊണ്ടിങ്ങനെ ഭവിച്ചെന്ന് ചിന്തിക്കുന്നവരുമല്ലേ? ഇന്ന് പകലിൽ ഇയ്യോബ് എനിക്കും നിങ്ങൾക്കും ഒരു മാതൃകയായി, ഇയ്യോബ് എനിക്കും നിങ്ങൾക്കും ഒരു വെല്ലുവിളിയായി ദൈവം നമ്മുടെ മുൻപിൽ നിർത്തുകയാണ്. സ്തോത്രം. ഇയ്യോബ് പാപം ചെയ്തില്ല. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം പിന്നെ കാണുന്നത് ഇയ്യോബിൻ്റെ ആരോഗ്യം മുഴുവനും ക്ഷയിച്ചു. ഇയ്യോബിന് എന്തായിരുന്നോ? സ്കിൻ TB ആയിരുന്നോ? സ്കിൻ ക്യാൻസർ ആയിരുന്നോ? എക്സിമയായിരുന്നോ? അതോ സോറിയാസിസ് ആയിരുന്നോ? എന്തോ മാരകമായ ത്വക്ക് രോഗം തനിക്ക് ബാധിച്ചു. അതോ ഇനിയും കേരളത്തിലൊക്കെ പറയുന്ന പോലെ തക്കാളിപ്പനിയാണോ? ഞാൻ കണ്ടിട്ടില്ല. തക്കാളിക്ക പോലെ പൊങ്ങുമെന്നോ അതിനകത്ത് പുഴു വരുമെന്നൊക്കെയാണ് നാട്ടിൽ പറഞ്ഞു കേട്ടത്. എനിക്കറിഞ്ഞൂടെ, ഞാൻ കണ്ടിട്ടില്ല. ഇനിയും എന്തോ ശരീരമാസകലം പഴുത്ത് വ്രണങ്ങളായി. ക്യാൻസറസ് ആയിരുന്നോ? അറിയില്ല. ഏതായാലും അത് നിമിത്തം കടുത്ത വേദനയും ദുർഗന്ധവും ചൊറിച്ചിലുമൊക്കെയായി താൻ വീട്ടിൽ താമസിക്കുവാൻ കഴിയാതെ മാറി ചാരത്തിനകത്തിരുന്ന് ഓട്ടുകഷണം മൺകലത്തിൻ്റെ എന്താണ് പറയുന്നത്, പീസ് കൊണ്ട്, ചീള് കൊണ്ട് ശരീരം ചൊറിഞ്ഞുകൊണ്ടിരുന്നുവെന്നാണ് നാം വായിക്കുന്നത്. ഇയ്യോബിൻ്റെ ഭീകരമായ ബീഭത്സമായ ശാരീരിക അവസ്ഥയെക്കുറിച്ച് നാം കാണുന്നു. തൻ്റെ സ്നേഹിതന്മാർ ആപ്പിളും പഴങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാൻ വന്നതാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചേ? വന്ന ഉടൻ തന്നെ അയ്യോ ഇയ്യോബേ ഒന്നും കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചോ? കമോൺ, ആശ്വസിപ്പിച്ചോ? ഇല്ല. പിന്നെന്താ ചെയ്തേ? മിണ്ടാൻ പറ്റിയില്ല. ഇയ്യോബിൻ്റെ പരുവം കണ്ടിട്ട് കാണാൻ വന്ന ആരോഗ്യമുള്ള സ്നേഹിതന്മാരുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. എത്ര ദിവസത്തേക്ക്? ഒരാഴ്ചത്തേക്ക്, 7 ദിവസത്തേക്ക് മിണ്ടാൻ പറ്റാതെ ഒന്ന് ഭാവന കണ്ടേ. ഒരു രോഗിയുടെ അടുക്കൽ രോഗിയെ ആശ്വസിപ്പിക്കാൻ പോയ നമ്മൾ സ്തബ്ധരായിട്ടിരിക്കുക, അതും 7 ദിവസം. ഇയ്യോബ് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ടാകും, നിങ്ങൾ പറയുന്നേ എന്തിനാ വന്നേന്ന്? ഇവർക്ക് മിണ്ടാട്ടമില്ല. ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുന്നു, ഇയ്യോബിൻ്റെ രോഗാതുരമായ അവസ്ഥ കണ്ടിട്ട് മാത്രമല്ല ഇവരുടെ സംസാരം നിലച്ചത്. ഈ പരുവത്തിൽ കിടക്കുന്ന ഇയ്യോബിൽ നിന്ന് ഇവർ പ്രതീക്ഷിച്ച പ്രതികരണമല്ല ഇവർക്ക് കിട്ടിയത്. അതും ഇവരുടെ സംസാരത്തെ നിലപ്പിക്കുവാൻ കാരണമായിരുന്നിരിക്കാം. നമ്മളൊരിടത്ത് വളരെ വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഒരാളിൻ്റെ അടുക്കൽ നമ്മൾ ചെല്ലുമ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വിപരീതമായിട്ട് ആളിന് ദുഃഖവും പ്രയാസമൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് പ്രതികരിക്കുന്നത് കണ്ടാൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച് പോയതൊന്നും പറയാൻ നോക്കാതെ നമ്മൾ മിണ്ടാതിരിക്കുക. അവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ തിരിച്ചു വരും. ഞാൻ കരുതുന്ന ഈ 2 സംഗതികളാണ് ഇവരെ 7 ദിവസം മിണ്ടാതിരുത്തിയത്. അപ്പോൾ അത്രയ്ക്ക് ഭീകരമായ ശാരീരിക അവസ്ഥയിലൂടെ ആരോഗ്യം ക്ഷയിച്ച് ഇയ്യോബ് കടന്നുപോയി. അതിൻ്റെ കൂടെ ഈ പരുവം കണ്ടിട്ട് ഭാര്യ പറഞ്ഞ വാക്കും കൂടെ നമ്മൾ കേട്ടു. നമ്മൾ ഭാര്യയെ കുറ്റം പറയാറുണ്ട്. ഞാൻ ഭാര്യയെ കുറ്റം പറയുന്നില്ല ഇവിടെ. ഒരുപക്ഷെ ഈ ഭർത്താവിൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ദാരുണാവസ്ഥ കാണാൻ വയ്യാഞ്ഞതുകൊണ്ട് ഭാര്യ സ്നേഹത്തോടെ പറഞ്ഞതാകാം, ഭക്തിയൊന്നും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ ഈ അവസ്ഥ എനിക്ക് കാണാൻ വയ്യ മനുഷ്യ, പോയി ചാകുന്നു. അങ്ങനെ ആകാം ഒരുപക്ഷെ. ഏതായാലും ഭാര്യയും പറഞ്ഞു, ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ദൈവത്തേക്ക് ഉപേക്ഷിച്ച് ഭക്തിയൊക്കെ വിട്ടിട്ട് പോയി മരിക്കുക, അതാ നിങ്ങൾക്ക് നല്ലത്. ഈ നിലയിൽ ശരീരവും ക്ഷയിച്ചു, ഭാര്യയും തന്നെ വെറുത്തു ഈ നിലയിൽ. പക്ഷേ നാം 10ാമത്തെ വാക്യത്തിൽ വായിച്ചു, എന്താ? ആ അവസ്ഥ വന്നിട്ടും ഇയ്യോബ് എന്ത് ചെയ്തില്ല? അധരങ്ങളാൽ ദൈവത്തിന് എതിരെ പാപം ചെയ്തില്ല. സ്തോത്രം. ഈ അവസ്ഥകളിലൂടെ നാം കടന്നുപോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? സ്തോത്രം. നാം പിറുപിറുക്കത്തില്ലേ? നാം ദൈവത്തെ ചോദ്യം ചെയ്യത്തില്ലേ? സ്തോത്രം. ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന മറ്റു ചിലരോട് ആസാഫിനെ പോലെ നമ്മൾ കണ്ണുരുട്ടി കാണിക്കത്തില്ലേ?
എൻ്റെ അത്രയൊന്നും ചെയ്യാത്തയാളാ. ഞാനാണെങ്കിൽ കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്ന ആളാ. ഞാനാണെങ്കിൽ കൃത്യമായിട്ട് ഉപവസിക്കുന്നയാളാ. ഞാൻ കൃത്യമായിട്ട് യോഗത്തിന് പോകുന്ന ആളാ. എന്നിട്ടും എനിക്കെന്താ? ആ പുള്ളിയെ കണ്ടോ, കൊടുക്കത്തുമില്ല, യോഗത്തിനും പോകത്തില്ല, ഇങ്ങനെ എല്ലാപ്പരും ചെയ്തു. എന്നാലും അങ്ങർക്ക് ഒരു കുഴപ്പമില്ല, അവരുടെ മക്കൾക്ക് കുഴപ്പമില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ? ഇന്ന് പകലിൽ നാം ഓർത്തു നോക്കിക്കേ, ഇയ്യോബ് ഇത്ര ദാരുണാവസ്ഥയിലൂടെ പോയിട്ടും എന്തുകൊണ്ട് ദൈവത്തിനെതിരെ പാപം ചെയ്തില്ല? നമ്മുടെ ചിന്ത അതിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇയ്യോബ് ഇത്ര പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടും ഇയ്യോബിനെ പാപം ചെയ്യാതെ നിർത്തിയ ഘടകമെന്താ? What made Job not to sin even in this adverse condition? ഇത്ര പരിതാപകരമായ, ഇത്ര ദാരുണമായ അവസ്ഥയിലൂടെ ആയിട്ടും ഇയ്യോബ് പാപം ചെയ്യാതിരിക്കുവാൻ എന്താണ് കാരണം? സ്തോത്രം. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. സ്തോത്രം. ഇയ്യോബിന് ഈ കഷ്ടതകൾ വരുവാൻ എന്താണ് കാരണമെന്ന് ആദ്യം പറഞ്ഞിട്ട് ഇയ്യോബ് പാപം ചെയ്യാഞ്ഞ കാരണം കൂടെ പെട്ടെന്നൊന്ന് ചിന്തിച്ച് സമയത്തിനകം നിർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. ഇയ്യോബിന് വളരെ ഭക്തനായി ജീവിച്ചിട്ടും വളരെ, ഇയ്യോബിൻ്റെ ഗുണഗണങ്ങൾ അറിയാമല്ലോ. എന്തൊക്കെയാ ഇയ്യോബിൻ്റെ ഗുണങ്ങൾ? What are the characteristics or qualities of Job? എന്തോ? നേരുള്ളവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. അവിടെ അത്രയും ഭാഗങ്ങൾ, അത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിൽക്കാലത്ത് വന്നാൽ പിന്നെയും കുറേയേറെ ഗുണങ്ങളുണ്ട്. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഇയ്യോബ് ഇങ്ങനെ നേരുള്ളവനും നിഷ്കളങ്കനും ഭക്തനും ദോഷം വിട്ടകലുന്നവനും ഒക്കെ ആയിരുന്നിട്ടും ഇയ്യോബിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മിക്ക സംഗതികളോടും ഈ രണ്ട് ചോദ്യം നാം ചോദിക്കണം. വൈ ആൻഡ് വാട്ട് ഫോർ? എന്തുകൊണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിൽ വല്ല പോരായ്മകളും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാ. ദൈവത്തിൽ കുറ്റം ആരോപിക്കാനല്ല എന്തുകൊണ്ടെന്ന്, മറിച്ച് ഇങ്ങനെ സംഭവിക്കത്തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ വല്ല പരാജയങ്ങളുമുണ്ടോ, അതിൻ്റെ ക്രമീകരണം വരുത്തണം. നമുക്കാദ്യം നോക്കാം, എന്തുകൊണ്ടാണ് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? സ്തോത്രം. ഇയ്യോബിൻ്റെ പാപമല്ലോ ആണോ? എൻ്റെ കൂടെ നിങ്ങൾ വന്നാട്ടെ. ഇയ്യോബിൻ്റെ പാപമാണോ? അല്ല. ഇയ്യോബിൻ്റെ കുഴപ്പമൊന്നുമല്ല. അപ്പോൾ ഇത് സംഭവിക്കുവാൻ ഇയ്യോബിൻ്റെ കുഴപ്പങ്ങൾ, ഇയ്യോബിൻ്റെ പാപങ്ങളൊന്നുമല്ല കാരണം. പിന്നെന്താ കാരണമായത്? പാപമല്ലെങ്കിൽ പിന്നെ, പാപങ്ങളൊന്നും അല്ലെങ്കിൽ പിന്നെ ഇയ്യോബിൻ്റെ വിശുദ്ധിയും ഭക്തിയും ഒക്കെ തന്നെ ആകാൻ സാധ്യതയല്ലേ? അങ്ങനെ തന്നെയാ. എന്താണ് അതിൽ കർത്താവിനെ പഠിപ്പിച്ചൊരു കാര്യം ഞാനൊരു ചോദ്യമായിട്ട് ചോദിക്കാം. നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഡു വി ബിലീവ് ഇൻ ഗാഡ്? വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്. തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ദൈവത്തിന് നമ്മിൽ വിശ്വാസമുണ്ടോ? ദൈവത്തിന് നമ്മിൽ വിശ്വാസമുണ്ടോ? അതിന് എല്ലായിടത്തും മറുപടി കിട്ടിയില്ലല്ലോ. നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, ദൈവത്തിന് നമ്മിൽ വിശ്വാസമുണ്ടോ? ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഭക്തനായിരുന്നിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ കാരണം ഇത് തന്നെയാണ്. എന്തുവാ? ഇയ്യോബിന് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നതുപോലെ തന്നെ ദൈവത്തിന് ഇയ്യോബിലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. God had a confidence in Job.
ഇയ്യോബിൽ ദൈവത്തിനുണ്ടായിരുന്ന കോൺഫിഡൻസ്, ഉറപ്പ്, ഇയ്യോബിൽ ദൈവത്തിനുണ്ടായിരുന്ന ആ വിശ്വാസം, സത്യം പറഞ്ഞാൽ നമ്മിൽ ദൈവത്തിന് ഇല്ലെന്നുള്ളതാ. ഉണ്ടായിരുന്നെങ്കിൽ ഇയ്യോബ് കടന്നുപോയ പാതയിലൂടെയൊക്കെ നമുക്കും പോകേണ്ടി വന്നേനെ. സ്തോത്രം. ഉദാഹരണമല്ല, തെളിവ്. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അവസാന കാലങ്ങളിൽ ഒരിക്കൽ ശിമോനോട് പറഞ്ഞു, ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളുടെ പേരിൽ എനിക്കൊരു ആപ്ലിക്കേഷൻ കൊണ്ട് തന്നായിരുന്നു. എന്തിനാ? കുറച്ച് ദിവസത്തേക്ക് നിങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കണമെന്ന്. എന്തിനു വേണ്ടി? ഒന്ന് പാറ്റാനാണ്. കോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റിക്കളയുവാൻ സാത്താൻ വന്ന് എന്നോട് അനുവാദം ചോദിച്ചു. പക്ഷേ കർത്താവ് ആപ്ലിക്കേഷൻ കീറിക്കളഞ്ഞു. അത് സാങ്ഷൻ ചെയ്ത് കൊടുത്തില്ല. എന്താ കൊടുക്കാഞ്ഞത്? നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിച്ചു. സ്തോത്രം. ഇയ്യോബിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത അതേ പിശാച് ശീമോന് വേണ്ടിയും ആപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷേ ഇയ്യോബിന് വേണ്ടി കൊടുത്ത ആപ്ലിക്കേഷൻ ദൈവം സാങ്ഷൻ ചെയ്തു. ശരി, ചെയ്തോളം പറഞ്ഞു. പക്ഷേ ശീമോന് വേണ്ടി കൊടുത്ത ആപ്ലിക്കേഷൻ ദൈവം കീറിക്കളഞ്ഞു, റിജക്റ്റ് ചെയ്തു. നമ്മളെന്താ ചിന്തിക്കുന്നത്? നമുക്ക് വേണ്ടി ചെകുത്താൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലെന്നാ? എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? നമ്മുടെ ജോലിയുടെ വിഷയത്തിലും, നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയത്തിലും, ആരോഗ്യത്തിൻ്റെ വിഷയത്തിലും, മക്കളുടെ വിഷയത്തിലും, വീടിൻ്റെ വിഷയത്തിലും, വണ്ടിയുടെ വിഷയത്തിലും, ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ ചെകുത്താൻ കുറച്ച് നാളത്തേക്ക് ഒരു ഡെപ്യൂട്ടേഷന് വേണ്ടി നമ്മുടെ പേരിൽ തമ്പുരാൻ്റെ മുമ്പിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദൈവം അതിൽ പലതും അനുവദിച്ചിട്ടില്ല. എന്താ കാരണം അനുവദിക്കാഞ്ഞത്? സ്തോത്രം. ഇയ്യോബിനോട് പറഞ്ഞതുപോലെ, ശീമോനോട് പറഞ്ഞതുപോലെ കൊടുത്തിരുന്നെങ്കിൽ അവൻ പാറ്റിയനെയും നമ്മുടെ വിശ്വാസം പറന്നുപോയനെയും. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ സൂക്ഷിച്ചു. എന്നാൽ ഇയ്യോബിനെ പോലെ ദൈവത്തിന് ആരിൽ ഉറപ്പുണ്ടോ അവരെ പലപ്പോഴും ഒരു ബ്രേക്കറ്റ് പീരീഡിലേക്ക്, ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക്, ചെകുത്താൻ്റെ ഇഷ്ടത്തിനായി പോലും ചിലപ്പോൾ പ്രതികൂലങ്ങളിലേക്ക്, കഷ്ടതകളിലേക്ക് അവൻ വലിച്ചെറിയും. സ്തോത്രം. അവൻ ഉറപ്പുണ്ട്, ഈ കഷ്ടതയുടെ തീച്ചൂളയിൽ ഇവനെ ഇട്ടാലും ശരി, അവൻ എന്നെ ത്യജിച്ചു പറകയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുന്ന അവസ്ഥ ഉണ്ടായാലും എങ്കിൽ നിന്നെൻ്റെ ഭക്തൻ വേർപെരിയത്തില്ലെന്ന് ദൈവത്തിന് ആരിൽ ഉറപ്പുണ്ടോ അവരെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ താഴ്വരകളിലൂടെ പോകുവാൻ ദൈവം അനുവദിക്കും. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് പകലിൽ എനിക്കും നിങ്ങൾക്കും ആദ്യം ആർജിക്കേണ്ടത് ദൈവത്തിൻ്റെ വിശ്വാസമാണ്. സ്തോത്രം. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ അവൻ നമ്മിലും ഒന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. ഏത് പ്രതികൂല ഘട്ടങ്ങളിലും സ്തോത്രം ദൈവം നമ്മെ ആക്കിയാലും നാം കർത്താവിൻ്റെ കൃപയിൽ നിന്നും വീണുപോകാതെ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമെന്ന്, ആത്മീയ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമെന്ന് ദൈവത്തിന് നമ്മിലൊരു ഉറപ്പുണ്ടായാൽ, സ്തോത്രം, ദൈവം പ്രതികൂലങ്ങൾ അനുവദിക്കും. സ്തോത്രം. ദൈവം കഷ്ടതകൾ അനുവദിക്കും. ദൈവം വേർപാടുകൾ അനുവദിക്കും. രോഗങ്ങൾ അനുവദിക്കും. സ്തോത്രം. വളരെ നാം പ്രതീക്ഷിക്കാത്ത പലതും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. സ്തോത്രം. പക്ഷേ ആ സമയത്തും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും. കർത്താവേ, നിനക്കെന്നിൽ ഒരു ഉറപ്പ് തോന്നിയല്ലോ, നിനക്കെന്നിൽ ഒരു വിശ്വാസം തോന്നിയല്ലോ, സ്തോത്രം എന്ന് പറയുവാൻ ദൈവം നമ്മിൽ അർപ്പിച്ച വിശ്വാസം അസ്ഥാനത്താകാതിരിക്കുവാൻ നാം ഒന്നും കൂടെ അരമുറുക്കും. ഒന്നും കൂടെ നാം നമ്മുടെ ഷൂസിൻ്റെ ലേസൊക്കെ ഒന്ന് മുറുക്കിക്കെട്ടും. നാം ഒന്നും കൂടെ ഒന്ന് ശക്തരാകുവാൻ ശ്രമിക്കും. ഇന്ന് പകലും ദൈവം അങ്ങനെയുള്ള ചിലരെ അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ. സ്തോത്രം. തീർച്ചയായും കഷ്ടതകൾ ഉണ്ടാകാം. പക്ഷേ ദൈവത്തിൻ്റെ പ്രതിനിധിയായി,
ദൈവത്തിൻ്റെ ഒരു കാൻഡിഡേറ്റായി, ഒരു സ്ഥാനാർത്ഥിയായി ചെകുത്താനോട് മത്സരിക്കുവാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമാണോ? സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഓർക്കണം, ഞാനും നിങ്ങളും ദൈവത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ നമ്മുടെ പരാജയം ദൈവത്തിൻ്റെ പരാജയമായിരിക്കും. ഞാനും നിങ്ങളും ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ, പ്രതിനിധാനം ചെയ്യുമ്പോൾ നമ്മുടെ പരാജയം സാത്താൻ്റെ വിജയമായിരിക്കും. എന്നാൽ നമ്മുടെ വിജയം ദൈവത്തിൻ്റെ വിജയവും നമ്മുടെ വിജയം സാത്താൻ്റെ പരാജയവുമായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ഓർക്കണേ, നാം ദൈവഭക്തരായി നിൽക്കുമ്പോൾ, നാം ദൈവത്തിനു വേണ്ടി നിൽക്കുമ്പോൾ ഒരിക്കലും സാത്താനെ ജയിപ്പിക്കുന്നവരും ദൈവത്തെ തോൽപ്പിക്കുന്നവരുമായി ഞാനും നിങ്ങളും മാറരുത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നാം ആരെയാ ജയിപ്പിച്ചതെന്നും ആരെയാ തോൽപ്പിച്ചതെന്നും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. മുമ്പേ എനിക്ക് നമ്മൾ ഒടുവിൽ പാടിയ പാട്ടില്ല, ലാസ്റ്റ് ആൻസർ ആയിരുന്നു എനിക്ക് തോന്നുന്നേ. അരുതാത്തതൊന്നുമേ ചെയ്യുമോ അവനെ വിട്ടൊരു നാളും പോകുമോ? ഇല്ല. സ്തോത്രം. അത് നമ്മുടെ തീരുമാനമാകട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എത്ര കൈപ്പേറിയത് ഭവിച്ചാലും ഞാൻ അങ്ങയെ വിട്ടു പോകുകയില്ല, ഞാൻ അരുതാത്തതൊന്നും ചെയ്യുകയില്ല. സ്തോത്രം. അങ്ങനത്തെ ഉറപ്പോടെ, അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെൻറ്റോടെ, തീരുമാനത്തോടെ, സ്തോത്രം, ദൈവസന്നിധിയിലായിരിക്കുന്ന ഭക്തന്മാരെ ദൈവത്തിന് ഇന്ന് പകലും ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ചിലരെ റിക്രൂട്ട് ചെയ്യുവാൻ ഇന്ന് പകലും നമ്മുടെ ക്യാപ്റ്റൻ ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം. ഈ പകലിൽ ആ ക്യാപ്റ്റന് കണ്ടെത്തുവാൻ കഴിയുന്ന, സ്തോത്രം, ചില റിക്രൂട്ടീസായി നാം ഒന്നും മാറിയാൽ ദൈവത്തിന് നമ്മിൽ പ്രസാദമാകും. നാം വെറുതെ വന്ന് യോഗം കൂടി പോകുന്നവരായിട്ടല്ല, ഹാജരിട്ട് പോകുന്നവരായിട്ടല്ല. ഓരോ യോഗം കഴിയുന്തോറും, ഓരോ ദിവസം കഴിയുന്തോറും ദൈവഹിതത്തിനായി നാം നമ്മെ തന്നെ അർപ്പിക്കുന്നവരായി മാറണം. ആ അർപ്പണബോധത്തോടെ മുന്നേറുവാൻ ഇന്ന് പകലും ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ അതിനുവേണ്ടി ഒരുക്കണം. സ്തോത്രം. അതിനുവേണ്ടി നമ്മെ ഒരുക്കണം. ആ ഒരു സമർപ്പണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു ചെറിയ കഥ, എ സ്റ്റോറി. 3 ഫ്രണ്ട്സ്, 3 കൂട്ടുകാർ, ഒറ്റ യജമാനൻ്റേതാ. ആരൊക്കെയെന്നറിയുമോ കൂട്ടുകാർ? ഹെൻ, ഒരു നാടൻ കോഴി, കൗ, ഒരു നാടൻ പശു, പിന്നെ ഒരു ചീമപ്പന്നി, എ പിഗ്. 3 സംഗതികൾ. ഹെൻ, കൗ, പിഗ്. 3 സ്നേഹിതർ ഒരേ വീട്ടിലെയാണ്. ഇവർ 3 കൂടെ തീരുമാനിച്ചു, ഇത്രയും ദിവസം നമ്മുടെ യജമാനാണ് നമുക്ക് വല്ലതൊക്കെ തിന്നാൻ തന്നത്, നാളെ ബ്രേക്ക്ഫാസ്റ്റ് യജമാനാണ് നമ്മുടെ വകയായിട്ട് കൊടുക്കാം. 3 പേരും എഗ്രിയായി. അപ്പോൾ കോഴി പറഞ്ഞു, ശരി, എൻ്റെ വക മുട്ട, നാടൻ മുട്ട ഞാൻ കൊണ്ടുതരാം. പശു പറഞ്ഞു, എൻ്റെ വക നാടൻ ഫ്രഷ് പാലും തരാം. പന്ന് നിന്ന് പരിങ്ങുന്ന കണ്ടു. അപ്പം മറ്റൊരാൾ പറഞ്ഞു, കുഴപ്പമില്ല, നീ ഞങ്ങളുടെ കൂടെ കൂടിയാൽ മതി എന്ന് പറഞ്ഞു. പന്നി പറഞ്ഞില്ല, നിങ്ങൾ രണ്ടും കൊടുക്കുമ്പോൾ ഞാനും കൊടുക്കാതിരിക്കുന്ന മോശമല്ലേ, കാരണം ഏറ്റവും കൂടുതൽ തിന്നുന്ന ഞാനാ. അപ്പം ഞാനെന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ നിൻ്റെ കയ്യിൽ എന്തുണ്ട് കൊടുക്കാൻ? എന്തെങ്കിലും ഞാൻ കൊണ്ടുവരാം. വേണ്ട, കുഴപ്പമില്ല, നീ കൂടിയാൽ മതി. പന്നി സമ്മതിച്ചില്ല. പന്നി പറഞ്ഞു, ഞാനും കൊണ്ടുവരാം. നീ എന്താ കൊണ്ടുവരുന്നേ? പന്നി ഒന്ന് പോസ് ചെയ്തിട്ട് പറഞ്ഞു, I'll bring meat. ഞാൻ ഇറച്ചി കൊണ്ടുവരാം. നീ ഇറച്ചി കൊണ്ടുവരുക? ആ, നിനക്ക് ഇറച്ചി കൊണ്ടുവരണമെങ്കിൽ ആദ്യം നിനക്ക് ചാകണ്ടേ? പന്നി പറഞ്ഞു, സാരമില്ല, ഞാൻ ചത്താലും ശരി യജമാനന് എൻ്റെ വക ഇറച്ചി കൊടുത്തോളാം. കോഴി മുട്ട കൊടുത്താലും പശു പാല് കൊടുത്താലും കോഴിക്കും പശുവിനും ചിലവുണ്ടോ? ഇല്ല. അതേസമയം പന്നി യജമാനന് ഇറച്ചി കൊടുക്കണമെങ്കിൽ ചിലവുണ്ടോ? ഉണ്ട്. ഈ 3-ൽ ആരുടെയാ സമർപ്പണം? സ്തോത്രം. എന്നാൽ ഇതിൽ 3-ൽ ആരുടെ സമർപ്പണം പോലെയാണ് നമ്മുടെ സമർപ്പണം? മനസ്സിലാവുന്നുണ്ടോ?
കോഴിയെയും പശുവിനെയും പോലെ ബൈ പ്രോഡക്ട്സ് ദൈവത്തിന് കൊടുക്കാൻ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. എന്നാൽ അതല്ല ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ജീവൻ പോയെന്ന് പറഞ്ഞാലും സ്തോത്രം, നമുക്ക് ഏറ്റവും വിലപ്പെട്ടതുപോലും മരണം വില കൊടുത്തുകൊണ്ടുപോലും ദൈവത്തിന് അർപ്പിക്കുവാനുള്ള അർപ്പണബോധത്തിലേക്ക് ഈ പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സ്തോത്രം. കർത്താവേ, എൻ്റെ ജീവൻ പോയാലും ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുന്നു. സ്തോത്രം. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വാക്കുകൊണ്ടും ഒരു ചിന്ത കൊണ്ടും പോലും അങ്ങയെ തോൽപ്പിക്കുകയാകട്ടെ, പിശാചിനെ ജയിപ്പിക്കുകയാകട്ടെ ചെയ്യുകയില്ല. ബിക്കോസ് ഐ നോ ഐ ആം യുവർ കാൻഡിഡേറ്റർ. ഞാൻ നിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നെന്ന് ഞാൻ അറിയുന്നു. കർത്താവേ, ഇയ്യോബിനെ പോലെ ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന സമർപ്പണ ബോധത്തിലേക്ക് നമുക്കൊന്ന് എത്തിച്ചേരാം. ഒന്നാം ഘട്ടം എന്താണ്? ഇയ്യോബിന് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു? ഉത്തരം: ഇയ്യോബിന് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നതുപോലെ ദൈവത്തിന് ഇയ്യോബിലും വിശ്വാസമുണ്ടായിരുന്നു. ഈ പ്രതികൂലത്തിൻ്റെ നടുവിലും അവൻ എന്നെ തള്ളിപ്പറയുകയില്ല. സ്തോത്രം. തള്ളിപ്പറയുകയില്ല. ലെറ്റ്സ് പ്രൂവ് ദാറ്റ്. നമുക്കും അതൊന്ന് തെളിയിക്കാം. പറയുകയല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് AC ഹാളിനകത്തിരുന്ന്, സൗണ്ട് പ്രൂഫായ ഹാളിനകത്തിരുന്ന് AC വണ്ടിയിലൊക്കെ യാത്ര ചെയ്ത് ജോലിയും ശമ്പളവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യുന്നൊക്കെ പറയാൻ ഒരു പ്രയാസമില്ല. പക്ഷേ നാം ഒരുപക്ഷെ തീരുമാനമെടുത്തിട്ട് തൊട്ട് ഇറങ്ങുമ്പോൾ, ഒരുപക്ഷെ ആ യോഗത്തിന് ആശീർവാദം പറയുന്നതിന് മുമ്പ് അത് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നേക്കാം. ആ സമയത്ത് പാദം പുറകോട്ട് വയ്ക്കരുത്. നാം ചങ്കൂറ്റത്തോട് തിരുമുമ്പിൽ മുട്ടുമടക്കുക. കർത്താവേ, എനിക്ക് സ്വയമായി തീരുമാനം നിവർത്തിപ്പാൻ ശക്തിയില്ല. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയും അങ്ങയുടെ കൃപയുടെ അളവറ്റ വലിപ്പവും എൻ്റെ മേൽ പകർന്ന് ഈ തീരുമാനം നിവർത്തിപ്പാൻ എന്നെ സഹായിക്കണമേ. ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരും. സ്തോത്രം. നമുക്കും ഇയ്യോബിനെ പോലെ നിൽക്കുവാൻ സാധിക്കും. ആ സമയത്ത് പാപം ചെയ്യരുത്. അധരങ്ങളാലോ ചിന്തകളാലോ പോലും ദൈവത്തോട് പാപം ചെയ്യരുത്. സ്തോത്രം. പാപം ചെയ്യരുത്. കർത്താവേ, നീ എന്നിൽ അർപ്പിച്ച നിന്റെ വിശ്വാസത്തിനായി സ്തോത്രം. സ്തോത്രം. രണ്ടാം ഭാഗം: ഇയ്യോബ് എന്തുകൊണ്ട് പാപം ചെയ്തില്ല? ഇയ്യോബ് എന്തുകൊണ്ട് പാപം ചെയ്തില്ല? സ്തോത്രം. പല കാരണങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിച്ചു. ചിലത് ഞാൻ നിങ്ങളോട് പറയാം. ഇയ്യോബ് പാപം ചെയ്യാതിരുന്നതിന്, ഇയ്യോബിൻ്റെ ഭക്തി വിട്ടുകളയാതിരുന്നതിന് ഒരു കാരണം, ഹിസ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഹിസ് ഡിവോഷൻ വാസ് നോട്ട് ബേസ്ഡ് on material goodness. ഭൗതിക നന്മകളിൽ അധിഷ്ഠിതമായിരുന്നില്ല അവൻ്റെ ഭക്തി. സ്തോത്രം. അവൻ ദൈവത്തെ സ്നേഹിച്ചതും അവൻ ദൈവത്തോട് ഭക്തനായി നിലനിന്നതും എന്തുകൊണ്ടായിരുന്നില്ല? 10 മക്കളെ കിട്ടിക്കൊണ്ടല്ലായിരുന്നു. ആയിരക്കണക്കിന് മൃഗസമ്പത്തുണ്ടായത് കൊണ്ടല്ല. അവനുണ്ടായ യാതൊരു ഭൗമിക സമ്പത്തോ ഭൗതിക നന്മകളോ അല്ലായിരുന്നു അവൻ്റെ ആത്മീയതയുടെ അടിസ്ഥാനം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ആത്മീയതയുടെ അടിസ്ഥാനം ഭൗമിക സംഗതികളാകുമ്പോൾ, ആ ഭൗമിക എന്താണ് പറയുന്നത്, ഫൗണ്ടേഷൻ ഒന്ന് ഷെയ്ക്കാകുമ്പോൾ നമ്മുടെ ആത്മീയത്തിൻ്റെ ഫൗണ്ടേഷനും ഷെയ്ക്കാവും. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനം എന്താ? ഭൗതികം വല്ലതും ആണോ? ഭൗതികം വല്ലതും ആണോ? സ്തോത്രം. ആണെങ്കിൽ ഉറപ്പായിട്ടും ആ അടിസ്ഥാനം ഇളകും. ഉറപ്പായിട്ടും ഇളകും. സ്തോത്രം. ഇയ്യോബ് ദൈവത്തോട് പാപം ചെയ്യാതിരുന്നത് തൻ്റെ ഭക്തിക്ക് ആധാരമായി അവൻ കണ്ടത് അവൻ്റെ നന്മകളായിരുന്നില്ല, അവൻ്റെ പ്രശസ്തിയായിരുന്നില്ല, അവൻ്റെ പണമായിരുന്നില്ല.
അവൻ്റെ സമ്പത്തായിരുന്നില്ല. സ്തോത്രം. സമ്പത്തിനൊക്കെ അതീതമായ ഒന്നിലായിരുന്നു അവൻ്റെ അടിസ്ഥാനം. ഇന്ന് പകലിൽ സഹോദരങ്ങളെ, ദൈവം നമുക്ക് ജോലി തന്നതുകൊണ്ട് ദൈവത്തെ പ്രത്യേകിച്ച് സ്നേഹിക്കുകയൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നാളെ ജോലി പോയെന്നിരിക്കും, അന്നേരം ദൈവത്തെ ഉപേക്ഷിക്കും. കല്യാണം നടന്നതുകൊണ്ട് ദൈവത്തോട് പ്രത്യേക സ്നേഹമൊന്നും വേണ്ട. ചിലപ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹവും പോവും. നമുക്കറിയാവില്ല, കല്യാണം നടത്തിയ ദല്ലാള് കല്യാണമൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവനെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ചായ കുടിക്കാൻ കാശ് കൊടുക്കും. അതും പ്രശ്നമാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് അവനെ വിളിച്ച് ചീത്ത പറയും, നീ എന്നെ കുടിക്കുമെന്ന് പറയും. എത്ര പേരെ എനിക്കറിയാം. അപ്പം അതുപോലെ അങ്ങനെയുള്ള സംഗതി വല്ലതും ആണ് ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കാരണമായിരിക്കുന്നതെങ്കിൽ ശരിയാകത്തില്ല കേട്ടോ. സ്തോത്രം. പ്രിയരെ, നമ്മുടെ ആരോഗ്യമോ സൗന്ദര്യമോ നമ്മുടെ കുടുംബമോ ജോലിയോ ഇതൊന്നും ആകരുത് ദൈവത്തോടുള്ള ഭക്തിയുടെ അടിസ്ഥാനം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ സ്ഥിരമില്ലാത്തതാ, ഇതെല്ലാം അസ്ഥിരമാണ്. ഇരമ്യാവ് 45 അധ്യായത്തിൽ ബാരൂക്കിനോട് ദൈവം പറഞ്ഞതുപോലാണ് ഭൗതിക കാര്യങ്ങളിലേക്ക് കിടപ്പ്. ഒന്ന് എടുത്തെങ്കിലും ഒന്ന് വായിച്ചോളൂ. അതിൻ്റെ 2-ാമത്തെയും 3-ാമത്തെയും വാക്യം തുടങ്ങി വായിച്ചോ. ഈ ബാരൂക്ക് പറയുക, ബാരൂക്ക് യിരെമ്യാവിൻ്റെ സെക്രട്ടറി, നിങ്ങൾക്കറിയാമല്ലോ. ഈ പുസ്തകത്തിൽ എഴുതിയത് അദ്ദേഹമാണ്, പറഞ്ഞു കൊടുത്ത് യിരെമ്യാവും. പക്ഷേ ഇടയ്ക്ക് വന്നപ്പോൾ ബാരൂക്ക് പറഞ്ഞു, യഹോവ എൻ്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ എന്ത് പാവാ നോക്കണേ, എൻ്റെ ഞരക്കം കൊണ്ട് ഞാനങ്ങ് തളർന്നിരിക്കുന്നു, ഒരാശ്വാസം എനിക്ക് എങ്ങു നിന്നും കിട്ടുന്നില്ല. എന്നിട്ട് ദൈവം അവനോട് പറയുക, ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു കളയുന്നു, പറിച്ചു കളയുന്നു. ലോകത്തിലൊക്കെ അങ്ങനെ തന്നെയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിക്കുകയും ഞാൻ നട്ടത് ഞാൻ തന്നെ പറിച്ചു കളയുകയും ചെയ്യുന്ന തത്വം ഭൂമിയിലൊക്കെ അങ്ങനെയാണെങ്കിൽ ബാരൂക്കേ, നീ നിനക്കായി വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? അരുത്, ആഗ്രഹിക്കരുത്. ഞാൻ സർവ്വജഡത്തിനും അനർത്ഥം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഇതൊന്നും ആഗ്രഹിക്കാതെ ഇന്നത്തെ പരുവത്തിൽ എന്നോടുള്ള ഭക്തിയോടെ നീ ജീവിച്ചാൽ നീ പോകുന്ന ഇടത്തൊക്കെ കൊള്ള പോലെ ഞാൻ നിന്റെ ജീവനെ തരും. സ്തോത്രം. ബാരൂക്കിനോട് ദൈവം പറഞ്ഞ കാര്യം നാം ഓർക്കണം. ദൈവം പണിതു, പക്ഷേ ദൈവം തന്നെ അതിനെ പിടിക്കും. ദൈവം നട്ടു, ദൈവം തന്നെ അതിനെ പറിച്ചു കളയും. അത് ഈ ലോകത്തിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ദൈവം ഇടിക്കുന്നതും ദൈവം പറിച്ചു കളയുന്നതുമായ ഭൗതിക കാര്യങ്ങളിൽ ഒരിക്കലും നമ്മുടെ ഭക്തിയും നമ്മുടെ സ്തോത്രം ദൈവത്തോടുള്ള സ്നേഹവും ഒന്നും കൊളുത്തി വയ്ക്കരുത്. അതൊക്കെ ഇളകും, അതൊക്കെ ഇളകും. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകലിൽ നമ്മുടെ ഭക്തിയുടെ നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനമേതെന്ന്, അസ്ഥിവാരമേതെന്ന് ഒന്ന് വിലയിരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. എപ്പോഴുമൊന്നും കാര്യങ്ങൾ ശുഭമായിരിക്കില്ല കേട്ടോ. ബൈബിളും കൊണ്ട് നടന്നെന്ന് കരുതി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് കരുതി എപ്പോഴും ലോകത്തിലെ കാര്യങ്ങളൊന്നും എന്തായിരിക്കില്ല, ശുഭമായിരിക്കത്തില്ല. അങ്ങനെയൊക്കെ ഉപദേശിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് തെറ്റാണ്. അങ്ങനെയല്ല വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. പഴയ നിയമകാലത്തെ ഇസ്രായേൽ ആയിരുന്നെങ്കിൽ പിന്നെ വല്ലതൊക്കെ അവകാശപ്പെടായിരുന്നു. ദീർഘായുസ് പോലും നമുക്ക് അവകാശപ്പെടായിരുന്നു. പുതിയ നിയമത്തിൽ അതുമില്ല. സ്തോത്രം. പുതിയ നിയമത്തിൽ അതുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചതുപോലെ ഭൗമിക ജീവിതത്തിൽ കർത്താവ് എനിക്കും നിങ്ങൾക്കും വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ജീവസന്ധാരണത്തിന് ആവശ്യമായത് തരാമെന്ന, അതിനപ്പുറത്തൊന്നുമില്ല. ഉണ്മാനും ഉടുപ്പാനും, ഇല്ലെങ്കിൽ തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഉള്ളത്, അതൊക്കെ നമുക്ക്
കർത്താവ് ഇതിനോടകം തന്നില്ലേ? തന്നു. അതുകൊണ്ട് ഇനിയും ഭൗതിക വിഷയത്തിൽ ദൈവത്തിന് നമ്മോട് പ്രത്യേക കടപ്പാടൊന്നുമില്ല. സ്തോത്രം. ഇപ്പം കിട്ടുന്നതൊക്കെ ബോണസാ. ഇപ്പം കിട്ടുന്നതൊക്കെ ബോണസാ. കൂടുതലാ, അധികം കിട്ടുന്നത്, കിട്ടുന്നത് പറഞ്ഞതിനൊക്കെ കൂടുതലാ. പക്ഷെ ഇപ്പോഴും നമ്മൾ അതിനു വേണ്ടിയാണ് നിൽക്കുന്നതെന്നേ ഉള്ളൂ. അയ്യോ, പലരും പ്രാർത്ഥന പോലും അതിനു വേണ്ടിയല്ലേ. പലരും എന്താ വെള്ളിയാഴ്ച ഓടി വരുന്നേ, നാട്ടിലാണെങ്കിൽ ഞായറാഴ്ച. ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാ. എന്തോ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്? ഒരു അരമണിക്കൂറെങ്കിലും അവിടെ നിന്ന് പോയി ഇരുന്നില്ലെങ്കിൽ പോകുന്ന വഴി വണ്ടി പഞ്ചറാകും കുറഞ്ഞ പക്ഷം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ചിലക്ക് ദശാംശം കൊടുക്കുന്നറിയോ? ആശുപത്രി കൊടുക്കണ്ടെന്ന് വിചാരിച്ച് കൊടുക്കുന്ന. സത്യം പറയുക, എനിക്ക് നേരിട്ടറിയാം, എന്നോട് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ കൊടുക്കത്തില്ലായിരുന്നു, ഇടയ്ക്ക് ഇച്ചിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ആ മാസം എങ്ങനെയെങ്കിലും അതിൻ്റെ കുറേ കൂടെ കൂടുതൽ കൊണ്ടുവന്ന് ഒന്നീ വർക്ക്ഷോപ്പിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ പോലീസിന് കൊടുക്കണം, ഇല്ലെങ്കിൽ ഡോക്ടറെ കൊടുക്കണം. എന്നാൽ പിന്നെ അതിനൊക്കെ അത്ര നല്ലതല്ലേ, ദൈവത്തിനും കൊടുത്തേക്കാം. അതുകൊണ്ട് ഇപ്പം ഞാൻ കൃത്യമുണ്ട് ദശാംശം കൊടുക്കുമെന്ന്. അവർ ദശാംശം കൊടുക്കുന്നത് ഡോക്ടർക്കും പോലീസിനും ഒക്കെ കൊടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ അവിടെ ലാഭമാണ്. അവിടെ കൊടുക്കാമെങ്കിൽ ഇതിനേക്കാൾ കൂടുതലാണ് കൊടുക്കുന്നത്. പ്രതിഫലം ഒന്നും കിട്ടത്തുമില്ല. ഇവിടെ ആണെങ്കിൽ കൊടുക്കാം, കിട്ടുമെന്നാണ് പറയുന്നത്. അതും നോക്കാം. കണ്ടോ, ഇവിടെയും ഇതിലും എന്തുവാ ഉദ്ദേശം? എന്തുവാ? ഭൗതികതയാ. ഭൗതികതയാ. ആരാധിക്കുന്നത് എന്തിനാ? അയ്യോ, ഈ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ അടിസ്ഥാനം എന്താ? ഇപ്പം ഭൗതികതയാ. ഭൗതികതയാ. ഞാൻ കഴിഞ്ഞ ദിവസം ബൈബിൾ ക്ലാസ് വെച്ച് പറഞ്ഞായിരുന്നല്ലോ, ഇവിടുത്തെ കാര്യം മാത്രമല്ല, നിത്യതയിൽ പോകുന്ന, സ്വർഗത്തിൽ പോകുന്ന കാര്യം പറയുമ്പോൾ അതിൽ പോലും പലരുടെയും തങ്ങി നിൽക്കുന്നത് ഭൗതികതയാണ്. എന്തുവാ? ഇവിടെ വെച്ചിട്ട് സ്വർണം പോലും ഇടാൻ സമ്മതിക്കത്തില്ല. അവിടെ കണ്ടോണം. പാസ്റ്റർമാരോട് പല്ലി കടിച്ചാൽ പറയുന്നത്, അവിടെ കണ്ടോണം, ഞങ്ങൾ നടക്കുന്ന റോഡ് തങ്കം കൊണ്ടുള്ളതാണ്. അപ്പോൾ പലരും സ്വർഗത്തെ പോലും പ്രതീക്ഷിക്കുന്നത് ഭൗതികതയിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ടാണ്. അതായിരുന്നില്ല ഇയ്യോബിന്റെ ഭക്തി. അതാകരുത് നമ്മുടെ ഭക്തിയുടെ അടിസ്ഥാനം, നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനം അതാകരുത്. ചിലരൊക്കെ ഡിസംബർ 31 രാത്രി സാക്ഷ്യം പറയുമ്പോൾ തീരുമാനമായി വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഒരു സങ്കീർത്തനമുണ്ട്. ഏതാണെന്നറിയോ? ഹബക്കൂക്ക് എഴുതിയ സങ്കീർത്തനം. അറിയാമല്ലോ ഹബക്കൂക്ക് എഴുതിയ സങ്കീർത്തനം ഏതാ? ഹബക്കൂക്ക് 3-ാം അധ്യായം എന്തുവാ? ഇറ്റ്സ് എ സാം, സങ്കീർത്തനമാണ്. ഈ 150 സങ്കീർത്തനത്തിന് പുറത്ത് വേറെ സങ്കീർത്തനമുണ്ട് കേട്ടോ. അപ്പം ഹബക്കൂക്ക് എഴുതിയ സങ്കീർത്തനം ഡിസംബർ 31 അല്ലെങ്കിൽ ജനുവരി 1 പലർക്കും എന്നാൽ ആ 3-ാം അധ്യായത്തിൻ്റെ തുടക്കം ഒന്ന് ബ്രദറിന് തന്നെ സംശയം വരുന്നു. ഒന്ന് നോക്കിക്കോ. ഉണ്ടോ? ഒന്നാം വാക്യം. വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. ഇറ്റ്സ് എ സോങ്, ഇറ്റ്സ് എ സാം. സംഗീതന. അതിൻ്റെ അവസാന വാക്യങ്ങളിൽ എന്താ ഹബക്കൂക്ക് പറയുന്നത്? 1-2 അധ്യായങ്ങൾ മുഴുവനും കംപ്ലൈൻസാ. പ്രത്യേകിച്ച് 1-ാം അധ്യായം എനിക്ക് ഹബക്കൂക്കിന് വലിയ ഇഷ്ടമാണ്. ദൈവത്തിന് ലെറ്റർ അയച്ചിട്ട് ഉത്തരം കിട്ടാൻ വേണ്ടി വെപ്രാളപ്പെട്ട് കാത്തു നിൽക്കുന്ന മനുഷ്യനാ. ഓൺ ഡ്യൂട്ടിയിലാണെങ്കിലും ആള് ദൈവത്തിന് പരാതിക്കത്തയച്ചിട്ട് മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുക. 1-ാം അധ്യായം അങ്ങനെയാ. ദൈവം ആദ്യത്തെ ലെറ്ററിന് മറുപടി കൊടുത്തു, ആള് തൃപ്തനായില്ല. അടുത്ത കുറേയേറെ ചോദ്യം എഴുതി അങ്ങോട്ട് അയച്ചു പിന്നെയും. എന്നിട്ട് 2-ാം അധ്യായത്തിൽ പറയുക, ഞാനിങ്ങനെ ദൈവം എന്തും മറുപടി പറയുന്നറിയാൻ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഗോപുരത്തിൽ കയറി. അപ്പോൾ പതുക്കെ കർത്താവ് വന്നിട്ട് ശാന്തമായിട്ട് അവനോട് സംസാരിച്ചു. 2-ാം അധ്യായം ഏകദേശമൊക്കെ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ്. ഇതുവരെ പരാതി പറഞ്ഞ് ഭൗതികവും സാമൂഹികവുമായ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആത്മീയതയെ നിർത്തുവാൻ ആഗ്രഹിച്ച മനുഷ്യൻ ഹബക്കൂക്ക് എന്താ ചെയ്തത്?
wanted to build up his spirituality on the basis of social and material foundation of Israel. ഇസ്രായേൽ ജനത്തിൻ്റെ ഭൗതികവും സാമൂഹികവുമായ അടിസ്ഥാനത്തിൽ തൻ്റെ വ്യക്തിപരമായ ആത്മീയതയെ കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിച്ച ഹബക്കൂക്ക് അത് കാണാതെ വന്നപ്പോൾ ആശങ്കപ്പെട്ട് ദൈവത്തെ ചോദ്യം ചെയ്ത ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ തമ്പുരാൻ അവനോട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, 2-ാം അധ്യായത്തിലെ ഉത്തരം മുഴുവനും കേട്ടുകഴിഞ്ഞപ്പോൾ ആളിൻ്റെ ഭാവം മാറി. എന്നിട്ട് 3-ാം അധ്യായത്തിലെ സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ ഹബക്കൂക്ക് പറഞ്ഞു, ഇല്ലില്ല, എൻ്റെ ഭൗതിക ജീവിതത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ആത്മീയതയല്ല ഞാൻ ഇനി പണിയാൻ പോകുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, എന്താ പറഞ്ഞത്? സ്തോത്രം. അത്തിവൃക്ഷം ഇനി തളിർക്കയില്ല, ഉണ്ടാകയില്ല. സ്തോത്രം. നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ അത്തിവൃക്ഷവും ഒലിവും മുന്തിരിവള്ളിയൊന്നും കാണത്തില്ല. അതിന് പകരം ബൈബിൾ എഴുതിയിരിക്കുന്ന അവിടെ കിടന്നോട്ടെ. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോഴും വായിക്കുമ്പോഴും നമുക്കുള്ള വരുമാന മാർഗങ്ങളും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആൾക്കാരെയുമൊക്കെ കൂടെ അതിനകത്തുനിന്ന് ഉൾപ്പെടുത്തണം. എന്നിട്ട് ഹബക്കൂക്ക് പറഞ്ഞത് നമ്മൾ പറയണം, ഈവൻ നരകത്തെക്കുറിച്ചുള്ള ഭീതിയോ സ്വർഗത്തെക്കുറിച്ചുള്ള അത്യാഗ്രഹമോ പോലും എന്നെയും നിങ്ങളെയും ക്രിസ്ത്യാനിയാക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ചിലരൊക്കെ എന്താ, അയ്യോ നരകം, എൻ്റെ പൊന്നെ, എനിക്കങ്ങോട്ട് പോകാൻ വയ്യ, എനിക്ക് അവിടുന്ന് രക്ഷപ്പെടണം. നരകത്തിൻ്റെ ബീഭത്സതയാണ് ചിലരെ ക്രിസ്ത്യാനിയാക്കുന്നത്. നരകത്തിൽ പോകാൻ വയ്യാൻ അവർ പാസ് മാർക്ക് മാത്രം മേടിക്കാൻ നടക്കുന്നവരാ. ചോദിക്കും, ഇത് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ലയോ? ഇല്ല. ഓ എന്നാ പിന്നെ ചെയ്തേക്കാം. അവർക്ക് ഒറ്റ സംഗതിയേ ഉള്ളൂ, നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. മിനിമം ഈ ബൈബിൾ സ്കൂളിലൊക്കെ ചിലപ്പം പഠിപ്പിക്കുമ്പം എക്സാമിൻ്റെയൊക്കെ സമയത്ത് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, സാറേ പാസ് മാർക്ക് എത്ര? അവർക്ക് എന്തറിഞ്ഞാൽ മതി? പാസ് മാർക്ക്, തോക്കാതിരുന്നാൽ മതി. പാസ് മാർക്ക് കിട്ടി നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാനുള്ള ഭക്തി നമുക്ക് വേണ്ട. പിന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ലസ്റ്റ്, ഒരു മോഹവും വേണ്ട. ഓ സ്വർഗം ഇത്ര സുന്ദര നഗരം, വാ, അവിടെ ഒന്ന് പോയില്ലെങ്കിൽ പിന്നെ പോണം. ഇത് രണ്ടും പോലും അരുത് നമ്മുടെ ഭക്തിയുടെ അടിസ്ഥാനം. പിന്നെന്തായിരിക്കണം ഭക്തിയുടെ അടിസ്ഥാനം? സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചവനും തൻ്റെ പുത്രനെ എനിക്ക് വേണ്ടി തന്ന്, എനിക്ക് വേണ്ടി അവനെ പാപമാക്കി എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും അവൻ്റെ മേൽ കൊടുത്തിട്ട് എന്നെ സ്നേഹിച്ചവനുമായ എൻ്റെ പ്രാണനാഥനോട് ചേർന്ന് നിത്യ യുഗങ്ങളൊന്ന് വസിപ്പാൻ, പ്രൈസ് ദ ലോർഡ്, അതായിരിക്കണം നിത്യതയെക്കുറിച്ചുള്ള ഒരു മോഹം നമ്മിൽ ജനിപ്പിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഞാൻ ചിലപ്പോഴൊക്കെ വീട്ടിലുള്ള സമയത്ത് മക്കളെയൊക്കെ വിളിക്കും. അവർ ചിലപ്പോൾ ഓടി വരും, എന്താ പപ്പ? അപ്പം ഞങ്ങി വാ. എന്താ? മൊബൈൽ എടുക്കണോ? മൊബൈൽ പപ്പ എടുത്തിലുണ്ടല്ലോ. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് കൊണ്ടുവരണോ? വെള്ളം വേണോ? എന്താ വേണം? തല ഞെക്കി തരണോ? ദേഹം ഞെക്കി തരണോ? എന്തിനാ? മാലിഷ് ചെയ്യാനാണോ വിളിച്ചേ? ഒന്നിനുമല്ല, നീ ഇവിടെ ഇവിടെ ഇരിക്കേ, ഇരുന്ന് കഴിഞ്ഞിട്ട് ചോദിക്കുക, എന്തിനാ? എടാ ഇരിക്കാനാ വിളിച്ചേ. ഓഹോ ഇതാണോ? പപ്പാടെ കൂടെ ഇരിക്കാൻ വിളിച്ചല്ലയോ? പിന്നെ അല്ലാതെ എന്താ? ഇതിനൊക്കെ വലിയ കാര്യം വല്ലതും ഉണ്ടോ? ഇതിനൊക്കെ വലിയ കാര്യമുണ്ടോ? സ്തോത്രം. മനസ്സിലായോ? ഭാര്യയോ മക്കളോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുന്നതല്ല വലിയ കാര്യം. ഐസ്ക്രീം കൊണ്ട് തരുന്നതല്ല വലിയ കാര്യം. സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി ഒരു പീസ് തരുന്നതല്ല വലിയ കാര്യം. ഇതൊന്നുമില്ലെങ്കിലും എന്തുവാ? ഒരുമിച്ച്
ഇരിക്കുവാൻ, ഒരുമിച്ച് സമയം ചിലവഴിപ്പാൻ കഴിയുന്നതല്ലേ ശ്രേഷ്ഠത? പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകലിൽ ഓർക്കണേ സഹോദരങ്ങളെ, സ്തോത്രം, ഏറ്റവും നല്ലതായി ആഹാരവും വീടുമൊക്കെ ക്രമീകരിച്ചു വെച്ച അമ്മ, പക്ഷേ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നു എന്നറിഞ്ഞാൽ അമ്മയില്ലാതെ ഒരുക്കപ്പെട്ടിരിക്കുന്ന വീട്ടിൽ ആസ്വദിച്ച് കഴിയുവാൻ ആ കുഞ്ഞ് ഇഷ്ടപ്പെടുമോ? അതോ വീടിൻ്റെ സ്വകാര്യതയും സ്വാതന്ത്ര്യവും ഒന്നുമില്ലാത്ത, മരുന്നിൻ്റെ വാടയുള്ള, രോഗികളുടെ കൂമ്പാരമുള്ള ആശുപത്രി മുറിയിൽ അമ്മയോടൊപ്പം സമയം ചിലവഴിക്കുവാൻ ആ കുഞ്ഞ് ഇഷ്ടപ്പെടുമോ? ഏതായിരിക്കും ഇഷ്ടപ്പെടുക? അമ്മയില്ലാത്ത വീടിനേക്കാൾ അമ്മ കിടക്കുന്ന ആശുപത്രി മുറിയായിരിക്കും ആ കുഞ്ഞ് ഇഷ്ടപ്പെടുക, അല്ലേ? അങ്ങനെയെങ്കിൽ പ്രിയരെ, സ്തോത്രം, യഥാർത്ഥമായ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഭക്തി എന്ന് പറയുന്നത്, സ്തോത്രം, സ്വർഗത്തിൻ്റെ ആ സൗന്ദര്യത്തിൽ കൊണ്ടുപോലും തീരുന്നതല്ല. അതിനും അപ്പുറത്ത് എന്നെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ ആളത്വത്തോട് ചേർന്ന് നിത്യ കൂട്ടായ്മ ആസ്വദിക്കുവാൻ എനിക്ക് കഴിയണം എന്നുള്ളതായിരിക്കണം എന്നെയും നിങ്ങളെയും ഭക്തന്മാരാക്കി നിർത്തുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഭക്തിയോടും കാഴ്ചപ്പാടോടും കൂടെ ജീവിക്കുന്ന വിശുദ്ധന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ആ ദർശനം പക്ഷേ പലർക്കും ഇല്ലെന്നുള്ളതാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വേദനിപ്പിക്കുന്ന സംഗതി. എനിക്കറിയാം, നിങ്ങൾക്ക് നന്നായി ദൈവവചനത്തിൻ്റെ ശിക്ഷണം ലഭിക്കുന്നുണ്ട്. ദൈവവചനത്തിൻ്റെ, സ്തോത്രം, എന്താണ് പറയുന്നത്, അധ്യാപനം ലഭിക്കുന്നുണ്ട്. ഇത് ലഭിച്ചിട്ടും ആ ദർശനം ഉൾക്കൊള്ളുവാൻ കഴിയാത്ത പലരും അങ്ങനെ ഉള്ളിടത്തും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളെ വേദനിപ്പിക്കുന്നത്. സ്തോത്രം. ഗലാത്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, സ്തോത്രം, ഗലാത്യ സഭയോട് പൗലോസ് പറഞ്ഞതുപോലെ, സ്തോത്രം, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ, ഞങ്ങൾക്കൊരു പ്രസവ വേദനയുണ്ട്. ആ ലേബർ പെയിനോടുകൂടെയാണ് ഞങ്ങളിത് പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഞങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന, സ്തോത്രം, ഞങ്ങളുടെ അധ്യാപനത്തിൽ, സ്തോത്രം, സംബന്ധിക്കുന്ന ദൈവജനം ഓരോരുത്തരും കുറഞ്ഞപക്ഷം, സ്തോത്രം, പ്രാദേശിക സഭയിലെ ജനങ്ങളെങ്കിലും ഈ ഒരു ദർശനം ഉൾക്കൊണ്ടവരായി വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ട ഭക്തിയുടെ ജീവിതം നയിക്കുന്നവരായി തീരുവാൻ ഉള്ളിൽ ഒരു വലിയ വേദനയുണ്ട് സഹോദരങ്ങളെ. ഹല്ലേലൂയ. അങ്ങനെ ഈ ദർശനം ഏറ്റെടുത്ത് ഇയ്യോബിനെ പോലെ, പൗലോസിനെ പോലെയൊക്കെ ജീവിക്കുന്ന ഭക്തന്മാരുടെ കൂട്ടമായി നമ്മുടെ സഭകൾ മാറിയാലുണ്ടല്ലോ, ആമീൻ, സ്വർഗീയ സന്തോഷം, ആമീൻ, പറഞ്ഞു തീരാത്ത ആനന്ദത്തോടെ അനുഭവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. സ്തോത്രം. നമുക്ക് കഴിയും. പ്രൈസ് ഗാഡ്. എന്താണ് ആവശ്യമായിരിക്കുന്നത്? സ്തോത്രം, ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം. 3, ഇയ്യോബ് പാപം ചെയ്യാതിരുന്ന ഒന്നാമത്തെ കാരണം, അവൻ്റെ ഭക്തിക്ക് അടിസ്ഥാനം എന്തല്ലായിരുന്നു? ഭൗതികത, സമ്പത്തല്ലായിരുന്നു. 2, അവൻ്റെ ഭക്തിക്ക് അടിസ്ഥാനം എന്തായിരുന്നു? ദൈവമായിരുന്നു, ഗാഡ് ഹിംസെൽഫ്. 3, അവൻ പാപം ചെയ്യാതിരുന്നതിന് കാരണം, he trusted in the sovereignty of God. ദൈവത്തിൻ്റെ സർവശക്തിത്വത്തിൽ, ദൈവത്തിൻ്റെ സർവാധിപത്യത്തിൽ അവൻ പൂർണ്ണമായും റിലേ ചെയ്തു, വിശ്വസിച്ചുറച്ചു. സ്തോത്രം. എന്തായിരുന്നു അവനുണ്ടായിരുന്നത്? God, you are sovereign. നീ സർവാധികാരിയായ ദൈവമാണ്. You have the right to do anything. എന്തും ചെയ്യുവാൻ ദൈവമേ നിനക്ക് അധികാരമുണ്ട്. ഞാൻ ഭക്തനാണെന്നോ, സ്തോത്രം, ഞാൻ 10 പൈസ അങ്ങേക്ക് തന്നെന്നോ, ഞാൻ 10 പ്രസംഗം പ്രസംഗിച്ചെന്നോ, ഞാൻ 10 ദിവസം ഉപവസിച്ചെന്നോ കരുതി നിന്റെ സർവാധിപത്യത്തിന് എന്തില്ല? ഒരു മാറ്റവുമില്ല. ആരോടും എവിടെയും എപ്പോഴും അങ്ങേക്കിഷ്ടമുള്ളത് ചെയ്യുവാൻ അങ്ങ് സർവാധികാരിയായ ദൈവമാണ്.
പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായത് സംഭവിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കർത്താവിനോട് പറയണം, ഓ ഗാഡ്, യു ആർ സോവറിൻ. നീ ആരാണ്? നീ സർവാധികാരിയായ ദൈവമാ. നിനക്ക് സർവസ്വാതന്ത്ര്യമുണ്ട്. സകലവും നിന്റെ സൃഷ്ടിയാണ്. നിന്റെ സൃഷ്ടിയിൽ എന്തും ചെയ്യുവാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ കേവലം മണ്ണ്, നീ കുശവൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ വെറുതെ ചിലപ്പോൾ പാട്ട് പാടുമല്ലേ, കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ എന്നൊക്കെ. സത്യമായും ദൈവത്തിൻ്റെ സർവാധിപത്യത്തിന് ഞാൻ എന്തെങ്കിലും കീഴ്പ്പെട്ടാൽ, പ്രൈസ് ദി ലോർഡ്, ദൈവം ചെയ്യുന്നതൊന്നും ചോദ്യം ചെയ്യുവാൻ നാം ഒരിക്കലും മുതിരത്തില്ല. ഹല്ലേലൂയ. ദൈവമേ, നീ സർവാധികാരിയായ ദൈവം, ഞങ്ങൾ കേവലം പൊടികൾ. നീ സ്രഷ്ടാവായ ദൈവം, ഞങ്ങൾ കേവലം സൃഷ്ടികൾ. ആമേൻ. അങ്ങ് ആത്മാവാകുന്ന ദൈവം, ഞങ്ങൾ ഭൗതിക ശരീരസ്ഥർ. അങ്ങ് സ്വർഗസ്ഥനായ ദൈവം, ഞങ്ങൾ ഭൗതിക ജീവിതത്തിൽ കഴിയുന്നവർ, ലോകത്തിൽ കഴിയുന്നവർ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങ് നിത്യനായ ദൈവം, ഞങ്ങൾ കാലത്തിനകത്തെ ഒരു ചെറിയ പൊട്ടു മാത്രമാണ്. സ്തോത്രം. ഞങ്ങൾ കാലത്തിനകത്തെ ഒരു കേവല ബിന്ദു മാത്രം. നീ ആരാണ്? നിത്യൻ, നിത്യൻ സനാതനനായ ദൈവമാണ്. ദൈവമേ, നീ അമർത്യനായവൻ, ഞങ്ങൾ മർത്യരായവർ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ദൈവത്തെക്കുറിച്ചുണ്ടെങ്കിൽ, നമ്മുടെ ദൈവം ചെയ്യുന്നതൊന്നും നാം എന്തുകൊണ്ടെന്ന് ചോദ്യം ചെയ്യുകയില്ല. മറിച്ച് ദൈവം ചെയ്യുന്നതിന് മുഴുവനും മുൻപിൽ നാം നമ്മുടെ ശിരസ്കരായി നമ്മെ സമർപ്പിച്ചിട്ട് പറയും, ദൈവമേ, ഇവിടെയും നിന്റെ സർവാധികാരവും നിന്റെ സർവശക്തിയും വെളിപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, എന്തും ചെയ്യുവാൻ അങ്ങേക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. ഞാനിതാ നിൻ്റെ കയ്യിൽ വെറും കളിമണ്ണ്. നിൻ്റെ ഇഷ്ടം പോലെ എന്നെ പണിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വെറും ഒരു ഉരുപ്പടിയാ, അങ്ങാണ് തച്ചൻ. ഞാൻ വെറും ഒരു മണ്ണ്, അങ്ങാണ് കുശവൻ. ഹല്ലേലൂയ. അങ്ങാണ് ഉടയവൻ, ഞാൻ അങ്ങയുടെ വകയാ. അങ്ങയുടെ ഇഷ്ടം പോലെ എന്നോട് ചെയ്യണമേ. സ്തോത്രം. വിവരിക്കാതെ ഒന്നും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 4, ഇയ്യോബ് പാപം ചെയ്യാതിരുന്നതിന് സ്തോത്രം കാരണം. 4-ാമത്തേത്, he still knew that God is still in control. ഇങ്ങനൊക്കെ സംഭവിച്ചെങ്കിലും, മക്കൾ 10 പോയെങ്കിലും, സമ്പത്ത് മുഴുവനും ഇല്ലാതായെങ്കിലും, രോഗം പിടിച്ചെങ്കിലും, ഇപ്പോഴും ഇയ്യോബിനൊരു ഉറപ്പുണ്ട്. ഇപ്പോഴും കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന സ്റ്റിയറിംഗ് സീറ്റിൽ ആരാ ഇരിക്കുന്നേ? ദൈവ. സ്തോത്രം. അത് വിശ്വസിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോലെ. ചിലപ്പോഴൊക്കെ കൺട്രോൾ മറ്റാരെങ്കിലും മറ്റേതെങ്കിലും നിലയിൽ പോകുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ പോയെന്ന്. ഇല്ലില്ലില്ല, ഇപ്പോഴും ഡ്രൈവർ സീറ്റ് ഇരിക്കുന്ന അവൻ തന്നെയാണ്. ഹല്ലേലൂയ. പൊളിറ്റിക്കൽ അധികാരികളല്ല, രാഷ്ട്രീയ അധികാരികളല്ല, മത അധികാരികളല്ല, സ്തോത്രം, മറ്റാരുമല്ല. ഇപ്പോഴും ഇവയെ മുഴുവനും നിയന്ത്രിക്കുന്നത്, ഈ സകലത്തെയും, നമ്മുടെ ജീവിതത്തെയും, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെയും മുഴുവനും നിയന്ത്രിക്കുന്നത് ദൈവം തന്നെയാണെന്ന് ഒരു ഉറപ്പുണ്ടായിരിക്കണം. സ്തോത്രം. സ്റ്റിൽ ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. ഇപ്പോഴും ദൈവമാണ് സകലവും നിയന്ത്രിക്കുന്നത് എന്ന ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അത് വിവരിക്കേണ്ടതാണെങ്കിലും വിടുന്നു. അവസാനമായിട്ട് ഒന്നെന്ന് പറഞ്ഞെങ്കിലും ഒരെണ്ണം കൂടെ പറയാതെ പോകാനൊക്കത്തില്ല. സ്തോത്രം. 5-ാമത്തെ സംഗതി, ഹിസ് ഹോപ്പ്. ഇയ്യോബിൻ്റെ പ്രത്യാശ. അവൻ പാപം ചെയ്യാതിരുന്ന 5-ാമത്തെ കാരണം, ബിക്കോസ് ഓഫ് ഹിസ് ഹോപ്പ്. നോട്ട് എൻ എക്സ്പെക്ടേഷൻ, നോട്ട് എ പോസിറ്റീവ് തിങ്കിങ്. സ്തോത്രം. ഇന്നും സുവിശേഷ വേദികളിൽ നിന്ന് പലരും, കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിന് വെച്ച് പറഞ്ഞതുപോലെ പറയുന്നത് എന്താ? നിങ്ങൾ വിശ്വസിക്കുക, പ്രതീക്ഷിക്കുക, എല്ലാം ശുഭമായിരിക്കും. പോസിറ്റീവ് തിങ്കിങ്. ഞാൻ ചോദിക്കാറുണ്ട്, ഇയ്യോബ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോഴും എപ്പോഴെങ്കിലും ഇയ്യോബിനൊരു വിശ്വാസം ഉണ്ടായിരുന്നോ? പോസിറ്റീവ് തിങ്കിങ് പോയിട്ട് ഒരു ചെറിയ വിശ്വാസമെങ്കിലും ഉണ്ടായിരുന്നോ അവൻ്റെ രോഗം മാറുമെന്ന്? എന്ത് പറയുന്നു? ഇയ്യോബിൻ്റെ രോഗം മാറുമെന്ന് ഇയ്യോബിന് വിശ്വാസം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. തെളിവ് 19-ാം അധ്യായത്തിലുണ്ട്.
25-ാം വാക്യത്തിൽ എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചാലും നശിച്ച ശേഷം, കണ്ടോ, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം. എപ്പോഴാ? എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. അപ്പോൾ അവൻ്റെ ഹോപ്പ്, അവൻ്റെ പ്രത്യാശ രോഗം സൗഖ്യമാകുമെന്നല്ലായിരുന്നു. ഇനിയും എനിക്ക് 10 പിള്ളേർ ജനിക്കുമെന്ന് അവൻ വിശ്വസിച്ചോ? ഇല്ല. അവർ ലോക സുന്ദരിമാരായിരിക്കുമെന്ന് വിശ്വസിച്ചോ? ഇല്ല. അവന് നഷ്ടപ്പെട്ട ഭൗതിക സമ്പത്തൊക്കെ ഡബിൾ പോർഷൻ കിട്ടുമെന്ന് പോലും വിശ്വസിച്ചോ? ഇല്ല. അവൻ അല്പം പോലും വിശ്വാസവും പ്രതീക്ഷയും ഇല്ലാതിരുന്നിട്ടും അതൊക്കെ കിട്ടി എന്നത് വേറെ കാര്യം. പക്ഷേ അവൻ്റെ സ്തോത്രം ഉറപ്പെന്തിലായിരുന്നു? പ്രത്യാശ. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. അവൻ്റെ രോഗം മാറുമെന്ന വിശ്വാസമല്ലായിരുന്നു. അവൻ മരിച്ചു മൺമറഞ്ഞാലും മൺമറഞ്ഞു പോയ മണ്ണിൽ നിന്ന് അവൻ്റെ ദേഹത്തെ പുനരുദ്ധരിപ്പിച്ച് ദേഹസഹിതനായി തൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ടെന്നും അവൻ ഭൂമിയിൽ വരുമെന്നുമായിരുന്നു അവൻ്റെ പ്രത്യാശ. ഇന്ന് ഈ പകലിൽ ദൈവമക്കളെ, ഇയ്യോബിനേക്കാൾ എനിക്കും നിങ്ങളുടെയും നമ്മുടെ പ്രത്യാശയ്ക്ക് അടിസ്ഥാനമുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, യേശുവിൻ്റെ കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട്, അവൻ സ്വർഗത്തിൽ കയറിയത് കൊണ്ട്, അവൻ വാഗ്ദത്തം ചെയ്ത ആത്മാവിനെ തന്നതുകൊണ്ട് നമുക്കുറപ്പുണ്ട് എത്രയും പെട്ടെന്ന് അവൻ വരും. അവൻ വരുമ്പോൾ നമ്മുടെ ശരീരങ്ങളെയും തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇതാണോ നമ്മുടെ പ്രത്യാശ? എങ്കിൽ നാം പാപം ചെയ്യാതെ ഇയ്യോബിനെ പോലെ മുൻപോട്ട് പോകുവാൻ നമുക്കും കഴിയും. ഇന്ന് പകലിൽ ആ വലിയ പ്രത്യാശയുള്ളവരായി കർത്താവിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം. പാപം ചെയ്യാതെ നമ്മെ സൂക്ഷിക്കാം. നമ്മുടെ കർത്താവ് വരുവാൻ കാലമടുത്തിരിക്കയാൽ ഒരുപക്ഷെ ഇനിയും നമുക്ക് കാണുവാൻ ഇവിടെ വെച്ചെങ്ങും കഴിഞ്ഞില്ലെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊരുമിച്ച് രൂപാന്തര ശരീരികളായി തേജസ്സുടുത്തവരായിരിക്കാൻ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.